നമസ്കാരം. ഞാൻ കവിരാജ് അമ്പലപ്പുഴ. എൻ്റെ ബാലി സന്ദർശനത്തിൻ്റെ 8ാമത്തെ എപ്പിസോഡാണ് ഇത്. കഴിഞ്ഞ എൻ്റെ എപ്പിസോഡിൽ ബാലിയിൽ ഒരു ഉൾഗ്രാമത്തിൽ നടന്ന പരമ്പരാഗതമായ ഒരു വിവാഹത്തിൻ്റെ ഡീറ്റെയിൽസ് ആയിരുന്നല്ലോ. അതിനുശേഷം ഞങ്ങൾ പോയത് മറ്റൊരു ക്ഷേത്രത്തിലേക്കായിരുന്നു. ക്ഷേത്രം എന്ന് പറയുന്നത് സമുദ്ര തീരത്തുള്ള അതിപ്രശസ്തമായ ഒരു ക്ഷേത്രം. സമുദ്ര തീരം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടായില്ല, ഇത് വനപ്രദേശം കൂടിയാണ്. ചുറ്റുപാടും വനങ്ങൾ, കാടുകൾ നിറഞ്ഞ ഒരു പ്രദേശത്ത് സമുദ്ര തീരത്തുള്ള ഒരു ഉൾവാട്ടു എന്ന പേരുള്ള ഒരു ക്ഷേത്രത്തിലേക്കാണ് പോയത്. ഉൾവാട്ടു എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഹിന്ദു ക്ഷേത്രം ഏകദേശം 1500 വർഷത്തോളം പഴക്കമുള്ള ദ്വീപിലെ ഏറ്റവും പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. നമ്മൾ ആ ടെമ്പിൾ എത്തിക്കഴിഞ്ഞു. ടെമ്പിളിൻ്റെ പ്രവേശന കവാടത്തിൽ കൂടെ പോവാണ്. ഗുസ്തി എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് കുരങ്ങന്മാരുണ്ട്. അതുകൊണ്ട് സൺഗ്ലാസ് ഉപയോഗിക്കുകയോ മറ്റു കാര്യങ്ങളൊന്നും ഫ്രീ ആയിട്ട് ശരീരത്തിൽ വയ്ക്കുകയോ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നല്ലത്. കുരങ്ങന്മാരുടെ സ്വഭാവം അറിയാമല്ലോ, നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലായിടത്തും ഒരുപോലെ തന്നെ. ഹിന്ദുമത വിശ്വാസപ്രകാരമുള്ള ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ ത്രിമൂർത്തികളുടെ ശക്തികൾ ഇവിടെ ലയിക്കുന്നു എന്നാണ് ബാലനീസുകൾ വിശ്വസിക്കുന്നത്. ഒരു മുസ്ലിം രാഷ്ട്രമായി അറിയപ്പെടുന്ന ബാലനീസിൽ ഇതുപോലുള്ള ഹിന്ദു ക്ഷേത്രങ്ങൾ വളരെയധികം ഉണ്ട്. ഉള്ളുവാട്ടു ടെമ്പിൾ. വിവാഹം കഴിഞ്ഞ് നവദമ്പതികൾ ഈ ക്ഷേത്രത്തിൽ തീർച്ചയായും സന്ദർശിച്ചിരിക്കണം എന്ന് ബാലികൾ പൂർണ്ണമായിട്ടും ബലമായിട്ട് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ എത്തിയത് ഉച്ചയ്ക്ക് ഏകദേശം 1 മണിയോടുകൂടിയാണ്. അത് കാരണം ആരാധനാലയത്തിലേക്ക് കയറാനുള്ള പ്രവേശന കവാടം ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് അകത്തേക്ക് കയറാൻ പറ്റിയില്ല. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ട് ഞങ്ങൾ അങ്ങനെ നടന്നു. ഇതിൻ്റെ ചരിത്ര സത്യങ്ങളൊക്കെ കുറേ കാര്യങ്ങൾ ഈ ഗുസ്തി എന്നെ വിവരിച്ചു തരുന്നുണ്ടായിരുന്നു. ഈ സ്റ്റാച്ചു ഈ മർക്കണ്ഡിയ ഫ്രീ എന്ന് പറഞ്ഞ രാജാവിൻ്റെ സ്റ്റാച്ചു ആണ് കാണുന്നത്. അദ്ദേഹമാണ് ഈ അമ്പലം പണി കഴിപ്പിച്ചത്. ഏകദേശം 1500 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം പണി കഴിപ്പിച്ചതാണ് ഈ അമ്പലം. അതിന് ഓർമ്മയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാച്ചു അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അവർ താമസിക്കുന്നത് അതിൻ്റെ രാജപരമ്പരകൾ ഇന്ന് താമസിക്കുന്ന ഒരു രാജകൊട്ടാരമാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു വിസിറ്ററിൻ്റെ ഒരു മൊബൈൽ ഫോൺ നമ്മുടെ ഒരു മങ്കി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അതൊന്ന് എടുത്തു കൊടുക്കാൻ സഹായിക്കുമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. നോക്കാം. കുരങ്ങന്മാർ വളരെയധികം ഉള്ള ഒരു അമ്പലമാണ് ഇവിടെ. നമ്മൾ അലക്ഷ്യമായിട്ട് കൊണ്ടു നടക്കുന്ന, അതായത് സന്ദർശകർ അലക്ഷ്യമായി കൊണ്ടു നടക്കുന്ന വാച്ചോ അല്ലെങ്കിൽ കണ്ണാടിയോ കൂളിംഗ് ഗ്ലാസ്, ക്യാമറ, ടെലിഫോൺ എന്നിവ തട്ടിപ്പറിക്കും. പക്ഷേ അത് തിരിച്ചു കൊടുക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ അവിടെ ലോക്കൽസ് ഉണ്ട്, ഭക്ഷണമായിട്ട് നടക്കും. അവർ ഭക്ഷണപ്പൊതികൾ കുരങ്ങൻ്റെ കയ്യിലേക്ക് വലിച്ചെറിഞ്ഞ് കൊടുക്കുമ്പോൾ കയ്യിലിരിക്കുന്ന ആ ഗ്ലാസ് എറിഞ്ഞതിന് ശേഷം അത് അവിടുന്ന് ഭക്ഷണ സാധനമായിട്ട് പോകും. കണ്ട അങ്ങനെയാണ് ആ ഗ്ലാസ് എടുത്ത്. ഇതേ രീതിയിലാണ് അത് എടുത്തു കൊടുക്കുന്നത്. സാധാരണയായി കുരങ്ങുകൾ ബാലിയിൽ വളരെ സൗഹാർദ്ദപരമാണ്. അതിനാൽ ബാലിയിൽ കുരങ്ങൾക്കൊപ്പം ക്ഷേത്ര ദർശനം നടത്തുന്നത് പൊതുവെ ഒരു സുരക്ഷിതത്വമാണ്. എങ്കിൽ കൂടി നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പിടിച്ചെടുക്കാൻ കഴിയുന്നതിനാൽ നമ്മൾ എപ്പോഴും ശ്രദ്ധാലുവും ജാഗ്രതയും പുലർത്തേണ്ടതുണ്ട്. എവിടെ നോക്കിയാലും കുരങ്ങന്മാർ, വളരെയധികം കുരങ്ങന്മാർ ഇവിടെ ഉണ്ട്. ഇവർക്ക് വേണ്ടി പ്രത്യേകം സ്വിമ്മിംഗ് പൂൾ ഇവരോട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗുസ്തി എന്നെ കൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരുന്നു അലക്ഷ്യമായിട്ട് സാധനങ്ങളൊന്നും കൈകാര്യം ചെയ്തതെന്ന്. നമുക്ക് ആ സ്വിമ്മിംഗ് പൂൾ ഭാഗത്തേക്ക്. As long as we came here, we don't need to go again that monkey forest. We don't need to go to monkey forest again. Yes. Good enough monkeys are here. Monkey. That's why I told you good is about 100,000. Yeah, 50,000 there. Okay, right. Saving money. Saving money. നമ്മുടെ ഗുസ്തി ഒരു സംഭവമാണ്. Monkey's pool. Monkey's pool. കുരങ്ങന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പൂളാണിത്, മങ്കീസ് പൂൾ. ചൂട് കൂടുന്ന സമയത്ത് കുരങ്ങന്മാർ കൂട്ടത്തോടെ വന്ന് ഇവിടെ വന്ന് കുളിക്കും. ഇപ്പോൾ ഏകദേശം ഉച്ച കഴിഞ്ഞ കാരണം ഫുട്ബോളെല്ലാം കഴിഞ്ഞ് എല്ലാവരും കുളി കഴിഞ്ഞ് ഓരോരുത്തർ മടക്ക യാത്രയിലാണ്. കെട്ടും പാടവും കെട്ടി തിരിച്ച് അവരവരുടെ സ്ഥലത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. ഞാൻ അടുക്കും തോറും ഗുസ്തി എന്നോട് പറയുന്നത് അകന്നെടുക്കണം. നമ്മുടെ പോക്കറ്റിൽ നിന്ന് എന്തെങ്കിലോ അല്ല നമ്മുടെ എന്തെങ്കിലും സാധനം കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാണ് തിരിച്ചെടുത്ത് കിട്ടാൻ വേണ്ടി. ഞങ്ങൾ പലയിടത്തും കണ്ടു അതിങ്ങനെ പലരുടെയും പല സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നതായിട്ടൊക്കെ. ഞങ്ങളൊരു കുടുംബം അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പരിപാടി കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് സ്വിമ്മിംഗ് പൂളിൽ കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്.
ഞങ്ങളും യാത്ര ഇവിടുന്ന് തിരിക്കാമെന്നുള്ള ഉദ്ദേശിച്ചിരിക്കുകയാണ്. ഇത് 10-15 മിനിറ്റ് മറ്റൊരു പോയിന്റിൽ കൂടെ പോകാനുണ്ട്. വളരെ ഒരു സമുദ്ര തീരത്തിൻ്റെ പൊക്കത്ത് നിന്നുകൊണ്ട് ചില കാഴ്ചകളൊക്കെ കാണാനുണ്ട്. ഇവിടെ അത് സംഭവിച്ചു. ആ ഗ്യാങ്ങിൻ്റെ ഹാറ്റ് തൊപ്പി ആ കുരങ്ങ് വഹിച്ചിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ രീതി. ഏതെങ്കിലും ബസ് നമ്മുടെ നിന്ന് തട്ടിപ്പറിച്ച് കഴിഞ്ഞാൽ ഇവിടെ ലോക്കൽ ഗൈഡ്സുകളുണ്ട്. അവർ തീറ്റയായിട്ട് നടക്കുകയാണ്. അതിൻ്റെ അടുത്ത് നിന്ന് തീറ്റ എറിഞ്ഞു കൊടുക്കുമ്പോഴേ തീറ്റയുടെ ആകർഷണത്തിൽ അങ്ങോട്ട് മാറും. അപ്പോൾ ഈ ബസ് അവിടെ എറിഞ്ഞിട്ടിട്ടത് പോകും. അങ്ങനെയാണ് തിരിച്ചെടുക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ പോയത് അതിമനോഹരമായ ഒരു വ്യൂ പോയിന്റിലേക്കാണ്. അതിമനോഹരമായ ഒരു കാഴ്ച, കടലിൻ്റെയും മലയും ക്ഷേത്രവും സംഗമിക്കുന്ന ഒരു വ്യൂ പോയിന്റ്. ആ ക്ഷേത്രം കണ്ടത് മലയുടെ മുകളിൽ നിൽക്കുന്ന ക്ഷേത്രം, അതൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കാം. ആ ഭാഗത്തൂടെ കറങ്ങിയാണ് നമ്മളിവിടെ എത്തിയത്. ഇത് ആ ക്ഷേത്രത്തിൻ്റെ തന്നെ മറ്റൊരു ഭാഗം. ഇത്രയും സന്ദർശിച്ചതിന് ശേഷം ഞങ്ങൾ അടുത്ത സ്ഥാനത്തെ രക്ഷപ്പെട്ടു യാത്ര ഒഴിച്ചു. അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം ഇന്തോനേഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വിഷ്ണു ഗരുഡ, ഈ കാണുന്ന പ്രതിമ, ആ പ്രതിമ നോക്കി കാണാൻ വേണ്ടിയാണ് അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ഞാൻ ചിത്രീകരിച്ചതാണ് ഇത്. അങ്ങോട്ടേക്ക് പോകാനുള്ള വണ്ടി, വാഹനം സൗജന്യമാണ്. ഇവിടെ കിടപ്പുണ്ട് വണ്ടി. ഇവിടുന്ന് നമ്മുടെ അതിൻ്റെ ഗേറ്റ്, മെയിൻ ഗേറ്റ് വരെ നമ്മളെ കൊണ്ടുപോകും. പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരാളെ മാത്രമേ കയറ്റി വിടത്തുള്ളൂ. നമ്മുടെ കൂടെ വരുന്ന ഗേഡിനെ കയറ്റി വിടത്തില്ല. നമുക്ക് ഒറ്റയ്ക്ക് തന്നെ പോയി ആ സ്ഥലങ്ങളെല്ലാം കാണേണ്ടി വരും. എൻ്റെ കൂടെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, ഗസ്റ്റുകൾ, ടൂറിസ്റ്റുകൾ കാണാൻ വേണ്ടിയുള്ളവർ. അവരും ഞാനുമായിട്ട് ആ വണ്ടിയിൽ യാത്ര ചെയ്തു ആ പോയിന്റിലേക്ക്. ടിക്കറ്റ് എടുക്കണം, എൻട്രി ഫീസ് ഉണ്ട്. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ഇവിടുന്ന് മെയിൻ ഗേറ്റിലേക്ക് കയറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൂടെ ആരെയും വിടുകയില്ല. നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പോകേണ്ടി വരും. 121 മീറ്റർ ഉയരമുള്ള ഈ ഗരുഡ വിഷ്ണു പ്രതിമയ്ക്ക് 65 മീറ്റർ ചിറകുകൾ ഉണ്ട്. അതിൻ്റെ വീതി, ചിറകുകളുടെ വീതിക്ക് 65 മീറ്റർ ഉണ്ട്. ഇത് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയേക്കാൾ 30 മീറ്റർ ഉയരത്തിലുള്ളതാണ്. സമുദ്രനിരപ്പിൽ നിന്നും 263 മീറ്റർ ഉയരത്തിലാണ് ഈ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. 121 മീറ്റർ ഉയരമുണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രതിമ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ പ്രതിമയായിട്ട് നിൽക്കുന്നു. സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഉയരം 93 മീറ്റർ മാത്രമാണ്. ഏതായാലും നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് പോകാം. അവിടെ പോയ ഉള്ളിലെ കാഴ്ചകളൊന്ന് കാണാം. ഇവിടെ ഒരു പ്രത്യേകത പറയാനുള്ളത്, ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ പറയുന്നത്, എവിടെ ചെന്നാലും ഭീകര രൂപങ്ങൾ കാണാമെന്ന്. പേടിപ്പിക്കാൻ വേണ്ടി ഇതാണ്ട് വീട്ടു പറഞ്ഞ ഇവിടെ നിൽക്കുന്നു. ആരപ്പാ ഇത്? മനുഷ്യനെ പേടിപ്പിക്കാൻ തന്നെ നിൽക്കുന്നു. ഇവർക്ക് മാന്യമായ രീതിയിൽ സൗമ്യമായിട്ടുള്ള ഫേസുള്ള പ്രതിമകളൊന്നും അവതരിപ്പിക്കാനില്ലേ? മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇന്തോനേഷ്യയുടെ മുൻപ് ഉണ്ടായിരുന്ന ദേശീയ ചിഹ്നം ഗരുഡനായിരുന്നു. പക്ഷേ ഇപ്പോഴത് മറ്റൊരു രീതിയിലേക്ക് വിഷ്ണുവിനെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ദി ന്യൂ ഐക്കൺ ഓഫ് ഇന്തോനേഷ്യ, ഗരുഡ വിഷ്ണു കെങ്കാന. ഇതൊന്നും ഇവിടുന്ന് ലിഫ്റ്റിൽ പോകണമെന്ന് തോന്നുന്നു. ഫോർമാലിറ്റീസ് ഒന്നും എനിക്കറിയില്ല. അതായിട്ട് വരികയല്ലേ, നമുക്ക് അന്വേഷിക്കാതെ പറ്റും. Ma'am, when I purchased the ticket, they told me we will get some soft drink free. Yes. The soft drinks you take on the way out, sir. Here. At Jendela Bali restaurant. Yeah, that is the exit way. Yes, exit. Last point. Yes. Okay, thank you. Thank you. ടിക്കറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെയുള്ളൊരു ഓഫറാണ് സോഫ്റ്റ് ഡ്രിങ്ക്സും സ്നാക്സും. അതും കൂടെ മനസ്സിലാക്കണമല്ലോ. ഞാൻ അവരിൽ നിന്ന് അത് മനസ്സിലാക്കി. ഈ ക്ഷേത്രത്തിൻ്റെ തന്നെ മറ്റു ഭാഗങ്ങളിലേക്ക് ഞാൻ പോവുകയാണ്. അവിടെയും പല നിർമ്മിതികളുണ്ട്. ആ ഭാഗത്തേക്കൂടെ നമുക്ക് പോയി കാണാം. ഹിന്ദു പുരാണങ്ങളിൽ നിന്നുള്ള ഒരു കഥയിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഭീമാകരമായ ഈ വിഷ്ണു ഗരുഡ പ്രതിമ ഈ പ്രദേശത്ത് നിർമ്മിച്ചത്. ആ കഥയനുസരിച്ച് തൻ്റെ അടിമയായ അമ്മയെ മോചിപ്പിക്കാൻ അമൃതം ഉപയോഗിക്കാനുള്ള അവകാശത്തിന് പകരമായി ഗരുഡൻ വിഷ്ണുവിനെ വാഹനം ഓടിക്കാൻ സമ്മതിച്ചു. ഇന്തോനേഷ്യ എന്ന രാജ്യം ലോകത്തിൻ്റെ മുമ്പിൽ അന്നും ഇന്നും ഒരു മുസ്ലിം രാഷ്ട്രം തന്നെ. പക്ഷേ ഈ രാഷ്ട്രത്തിലാണ് ഒരു ഹിന്ദുവിനെ ആധാരമാക്കിയുള്ള വിഗ്രഹം നിർമ്മിക്കാൻ വേണ്ടി ഏകദേശം 28 വർഷവും $100 മില്യൺ ചിലവാക്കിയവൻ. 236 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ കോമ്പൗണ്ടിനുള്ളിൽ ഭീമാകാരങ്ങളായ പല പ്രതിമകളും പല രൂപങ്ങളും പല ഐതിഹ്യങ്ങൾക്ക് തെളിയിക്കത്തക്ക രീതിയിൽ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്.
ഈ കോമ്പൗണ്ടിനുള്ളിലുള്ള മനുഷ്യ നിർമ്മിതികളുടെ പ്രസക്തമായ ഭാഗങ്ങൾ മാത്രമേ ഞാനിവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം.